ഹലോ ബഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതൊന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പം ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ തോന്നും. അത് റെയർലി ആണ് നടക്കാറ്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക്. ഭയങ്കരമായിട്ട് ബോറടിച്ചപ്പം വിചാരിച്ചു വരയ്ക്കാമെന്ന്. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈയൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങ് വിചാരിച്ചു നോക്കാം ശരിയാവോ ഇല്ലയോ എന്ന്. അപ്പം പൊതുവേ ഞാൻ നോക്കിയിട്ടാണ് ചിത്രം വരയ്ക്കാറ്. എന്തെങ്കിലും പിക്ചേഴ്സ് കണ്ടിട്ടോ അങ്ങനെയൊക്കെ. ഇന്നിപ്പം ഞാൻ എൻ്റെ ഫോണിലെ ഗാലറിയിലൊരു ഫോട്ടോ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. അപ്പം ആ ഒരു ഫോട്ടോ നോക്കി അതുപോലെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെയിൻറ്റിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. പിന്നെ അങ്ങോട്ട് ഫുൾ ജഗ പുകയായിരുന്നു. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും എനിക്ക് പെട്ടെന്ന് തീർത്ത് കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പം ഡ്രോയിങ് ഒക്കെ ഒരു പേഷ്യൻസോടെ ചെയ്യേണ്ട സാധനമാണല്ലോ. ഇതും അതുപോലെയായിരുന്നു. പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഉദ്ദേശം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാത്തിനും ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒട്ടുമല്ല. വേണ്ട കാര്യത്തിനൊന്നും ഞാൻ ഒട്ടും സ്പീഡിലല്ല ചെയ്യുക. ഡ്രോയിങ് പെയിൻറ്റിങ് ഒക്കെ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ ആർട്ടിസ്റ്റും അല്ല. ഡ്രോയിങ് ഒന്നും അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പം വിചാരിക്കുന്നുണ്ട് പണ്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നല്ലോണം ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്. പഠിക്കാൻ പോവാത്ത കാരണമൊന്നുമല്ല. ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല പല സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അച്ഛന് സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ടും പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടും ഒന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെയിൻറ്റിങ് ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ല. ഒട്ടും വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഒട്ടും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെയൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു രസം. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എന്തെങ്കിലും അതിനെ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി. അങ്ങനെ അവസാനം തീർത്തെടുത്ത്. തുടങ്ങിയാൽ പിന്നെ തീർക്കണമല്ലോ. നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിലും പറയാം, ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്നോട് അഭിപ്രായം പറയാം. അപ്പം ചേട്ടാ, ബൈ.